ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജിയാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, ടവർ, ചാരിയറ്റ്, അപ്രന്റീസ് ഓഫ് കപ്സ്, എംബറർ, 8 of swords, lovers, 8 of cups, 9 of swords, 9 of cups, death energy, 4 of swords, 6 of pentacles, 9 of pentacles, hanged one, oracle of cups, 2 of swords and 5 of pentacles. ഇപ്പോൾ നമ്മൾ ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ റിലേഷൻഷിപ്പിൽ എന്ന് തന്നെ പറയാം. അതായത് ഇതിനകത്തൊരു വലിയൊരു ടവർ സിറ്റുവേഷൻ വന്ന് വീണിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള എനർജി തന്നെ ആ ഒരു ടവർ എനർജിയാണ്, ഒരു മേജർ ആർക്കാന കാർഡ് കൂടിയാണ്. അവരുടെ റിലേഷൻഷിപ്പിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ചില ഇൻസിഡൻസ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പം അതിനെ സംബന്ധിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജിയിൽ നിന്ന് നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിലും കൂടിയാണ്. അതായത് ആ ഒരു ലോസ്, ആ ഒരു നഷ്ടം, ആ ഒരു രീതിയിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിൽ പലരുടെയും ലൈഫിൽ പല വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും വളരെയധികം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അത് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ വളരെ ഈസി ആയിട്ട് ഒഴിവാക്കി കളയാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ നിന്ന് പൊയ്ക്കോട്ടെ എന്നൊന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ കഴിയുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു എനർജി തന്നെയെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ അവരുടെ ആ ഒരു കടുംപിടുത്തം കൊണ്ടായിരിക്കാം, നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കൺട്രോളിങ് നേച്ചർ കൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ഇതിനകത്ത് നല്ല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഇല്ല. അത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പായി എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ടൈം പീരീഡിലായിരിക്കണം. ഈ ഒരു സമയം അവർ തമ്മിൽ നോ കോൺടാക്റ്റ് ആയിരിക്കണം. ആ ഒരു എനർജിയും നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു അപ്രൻറ്റീസിന് ശേഷം വന്നിട്ടുള്ളത് എംബറർ എനർജിയാണ്. അതായത് ചിലപ്പോൾ ഇവരുടെ ഒരു വഴക്ക് കാര്യങ്ങൾ പോലും ആ ഒരു പാറ്റേണിലായിരിക്കാം പോകുന്നത്. അതായത് എന്തെങ്കിലും ഒരു വഴക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി അവരോട് ഇടപെടാനായിട്ട് ചെല്ലുന്നത്. പക്ഷെ പിന്നീട് കുറച്ച് ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പതുക്കെ സോറി പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് കോപ്പപ്പ് ആവും. പിന്നെ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ആ ഒരു സ്വഭാവത്തിലേക്ക് വരും. അല്ലെങ്കിൽ എന്താണോ വഴക്കിന് കാരണമായത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ളൊരു അവസ്ഥ ചിലപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്തും ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ നല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കും അവരുടേത്.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊരു തടവറയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനകത്ത് എന്തോ ഒരു കൂടിനകത്തിട്ട് അവർ പിടിച്ചിടുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ് ആ ഒരു പേഴ്സൺ ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് അതിന് ശേഷം വരുന്ന എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ലവേഴ്സ് ആൻഡ് 8 ഓഫ് കപ്സ് ആണ്. എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവരതിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അല്ലെങ്കിൽ അവർക്കതിനകത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഈ പറഞ്ഞ ഒരു പ്രശ്നം നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ അതിനുശേഷം നമുക്ക് ഈ ഒരു 9 ഓഫ് സോഡ്സ്, 9 ഓഫ് കപ്സ്, ഡെത്ത് എനർജീസ് ഒക്കെയാണ് പിന്നെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹേർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വസ്ഥത തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ഒരു ഗ്യാപ്പ് ഇട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ച് അത്രയും ഹേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വസ്ഥത സമാധാനം പോകും, നമ്മൾ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയും, എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ എത്രയൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട്. പക്ഷേ ഹോപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് വീണ്ടും ആ ഒരു ഡെത്ത് എനർജിയാണ് കയറി വന്നിട്ടുള്ളത്. അതായത് എൻ്റെ പായി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരിക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു റെസ്റ്റിംഗ് എനർജി, സൈലൻസ്, വെയിറ്റിംഗ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയെ വളരെ ഈസി ആയിട്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ, വേണ്ടാന്ന് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ തേർഡ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കറൻ്റ്ലി തേർഡ് പാർട്ടിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിനൊക്കെ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പാണ്, അല്ലെങ്കിൽ ഒരു കൂടിനകത്ത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര കൺട്രോളിങ് എനർജി ആയിട്ടാണ് അവർക്കത് തോന്നുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉള്ള അത്രയും ആ ഒരു സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു എന്താ പറയുന്നത്, അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടതും ഈ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പലപ്പോഴും ഈ ഒരു സ്റ്റക്നെസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ടവർ എനർജി, ഡെത്ത് എനർജി ഒക്കെ നമുക്ക് കയറി വന്നിട്ടുണ്ട്. ഈ പറയുന്ന ടവർ, ചാരിയറ്റ്, അതുപോലെ ഡെത്ത് എനർജി, ലവേഴ്സ്, ഹാങ്ഡ് മൻ, ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ ഉയരുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കാത്ത ഒരു സ്റ്റേജാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഫ്രസ്ട്രേഷനും ഈ ഒരു തേർഡ് പാർട്ടിയിലുള്ളതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു എനർജി അല്ല. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനകത്ത് ഹോപ്പ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം നമ്മൾ നിങ്ങളോടൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇതൊരു സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് ചെയ്യുന്നുണ്ടാവാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓൾമോസ്റ്റ് അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ മെൻ്റലി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവാം. ഇവർ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ വിട്ട് കളയാൻ തയ്യാറല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഒരു പേഴ്സണ് കൊടുത്തുകൊണ്ട് അവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഒരു ഇൻറ്റിസിഷൻ എനർജി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും പിന്നെയും ഒരാൾ നമ്മളുടെ പുറകെ വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് വലിച്ചിടാനായിട്ട് നോക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെയധികം ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു ഇഗ്നറൻസ് ഒക്കെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എനർജി വളരെ ബുദ്ധിമുട്ടിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. തീവ്രമായിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം എന്ന് തന്നെ പറയാം.
നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ വലിയ താല്പര്യം ഇല്ലാതെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഒരു മെൻ്റൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ പേഴ്സണുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നല്ല, മനസ്സിൽ ചിലപ്പോൾ ഒരു എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ചാഞ്ചാട്ടം ആയിരിക്കാം. അത് നമുക്കിവിടെ ഈ ഒരു പേഴ്സണിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 90% ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്കാണ് റെസനേറ്റ് ആവുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ ഒരു തേർഡ് പാർട്ടി ഇവരും തമ്മിൽ ഇപ്പോൾ അകന്ന് നിൽക്കുകയാണോ. ഇനിയിപ്പോൾ നിങ്ങളുമായിട്ടുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങളോട് കോൺടാക്റ്റ് ഉണ്ടോ, ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും അകൽച്ചയിലാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്കിനി അതുകൂടി നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കാർഡ്സ് മാത്രം എടുത്താൽ മതി, കാരണം ഏകദേശം നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി അറിയാൻ വേണ്ടിയിട്ടാണ്. മജീഷ്യൻ, ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 9 of cups, 4 of wands, Knight of swords, 6 of pentacles, 5 swords, the empress. ഇപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യക്തികൾ ഇപ്പോൾ കോൺടാക്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാവണം. തേർഡ് പാർട്ടി എനർജിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇപ്പോൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്നുണ്ടാവണം. അങ്ങനെയുള്ളൊരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എത്രയും വേഗം വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ ഒരു സ്റ്റേബിളായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വെക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി എനർജിയിൽ നോക്കിയപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇത് നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെയായിരുന്നു തേർഡ് പാർട്ടി മൂലം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് പെൻഡക്കിൾസ്, തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോടുകൂടി പോകുന്ന നല്ലൊരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഓൾറെഡി വന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ടൈം കാര്യങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവണം. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവരതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെല്ലാം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. നമ്മളിവിടെ ഓൾറെഡി കണ്ടതാണ് തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഇതിനൊരു ഗ്രോത്ത് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നമുക്കിവിടെ കാണാം വളരെ ഒരു ഹോപ്പും കൂടി ഇതിനകത്തുണ്ട്. അപ്പം അത്രയും ആ ഒരു സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ചിലർ നിങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരാനായിട്ട് പോകുന്ന ഒരു എനർജിയും കൂടിയാണ്. നമ്മൾ ഓൾറെഡി കണ്ടു അവിടെ അവർക്ക് ഒരു ഒട്ടും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ കയറി നിൽക്കുന്നതായിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് കടക്കാനായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷനായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.